ഡിവൈൻ ഹിൽ മലയാളം ടാരോട്ടിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ റീഡിങ് അവർ ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം, പിന്നെ അവർ എന്ത് തീരുമാനമാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അവരുടെ സിറ്റുവേഷൻ നോക്കാം. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് അവർക്കിപ്പോൾ തോന്നുമല്ലോ. അപ്പോൾ അതും കൂടി നോക്കാം. എന്താണ് അവരുടെ ഇപ്പോഴത്തെ തീരുമാനം എന്നുകൂടി നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും തന്നെ റെസൊണേറ്റ് ആകണമെന്നില്ല. റെസൊണേറ്റ് ആകുന്നവർ മാത്രം എടുക്കുക. പിന്നെ കളക്റ്റീവാണ്, ടൈംലെസ് ആണ്. പിന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ തന്നുകൊണ്ടിരിക്കുന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നന്ദി. ഞാൻ കമൻറ്റിനെല്ലാം ഞാൻ മറുപടി പറയും. പക്ഷെ ഇപ്പോൾ നല്ല തിരക്കായതുകൊണ്ട് എല്ലാ കമൻറ്റും എനിക്ക് നോക്കാൻ പറ്റുന്നില്ല. ഞാനത് നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എല്ലാ കമൻറ്റും ഞാൻ കാണുന്നുണ്ട്. പക്ഷേ എനിക്കത് മറുപടി പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഉടനെ തന്നെ അതിനുള്ള മറുപടി ഇടുന്നതായിരിക്കും. നോക്കാം. പിന്നെ നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കണം കേട്ടോ. നിങ്ങൾ ഇപ്പം ഞാൻ ഒമാൻ നമ്പർ മാറ്റാത്ത കാര്യം പോലും ഇത് ഒരുപാട് കോൾസ് വരുന്നത് കൊണ്ടാണ്. നിങ്ങൾ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കണം. അധികം കോൾ വരുമ്പോൾ ഒന്നുകിൽ ഞാൻ റീഡിങ്ങിലായിരിക്കും, അല്ലെങ്കിൽ ഞാൻ വീഡിയോ എടുക്കുമായിരിക്കും. അപ്പോൾ അതിന് ഒരുപാട് തടസ്സം ഉണ്ടാവുന്നുണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ നോക്കുക. അപ്പം നമുക്ക് നോക്കാം എന്താണ് അവരുടെ സാഹചര്യം, എന്ത് ആക്ഷനാണ് അവരെടുക്കാൻ പോകുന്നത്. ടവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് പെന്റക്കിൾ, ടെമ്പറൻസ്, ഫുൾ കാർഡ്, സ്റ്റാറാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്, സ്റ്റാറും വന്നിട്ടുണ്ട്, ഫോളും. അപ്പോൾ നോക്കാം. സെവൻ ഓഫ് പെന്റക്കിൾ, ഒരു ഡബിൾ കാർഡ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് വാൻസ്, ജഡ്ജ്മെന്റ്, ഹയറഫന്റ്, പേജ് ഓഫ് വാൻസ്, എയ്റ്റ് ഓഫ് വാൻസ്, കിങ് ഓഫ് പെന്റക്കിളാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. പിന്നെ ഇതിലൂടെ നമുക്ക് കുറച്ച് എടുക്കാം. മണി പാത്ത്, മൂൺ കാർഡ് വന്നിട്ടുണ്ട്, സക്സസ്, ആക്സ്, എലിഫന്റ്, ആൻഡ് വന്നിട്ടുണ്ട്, നെസ്റ്റാണ്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് അവർ കുറച്ച് ഒന്ന് കാമായിട്ടുള്ളൊരവസ്ഥയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്. ഒരു കുറച്ച് എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ അവർ
ഒന്നും ചെയ്യാതെ ആ ഒരു കാര്യം, കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യത്തിന് ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് എന്ത് കാര്യമാണെന്ന് നമുക്ക് പിന്നെ ക്ലാരിഫൈ ചെയ്ത് നോക്കാം. അപ്പോൾ ക്ലാരിറ്റി വേണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അവർ ശരിക്കും ഇപ്പോൾ അവർ സറണ്ടർ ചെയ്ത് കൊടുത്തു എന്ന് കാണുന്നുണ്ട് കേട്ടോ. അവരുടെ പ്രശ്നങ്ങളൊക്കെ അവർ സറണ്ടർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവർ മിണ്ടാതിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ അവരുടെ മനസ്സിൽ പേജ് ഓഫ് പെൻഡക്കിളും പേജ് ഓഫ് ഫാൻസും പേജ് ഓഫ് കപ്സും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഒരു പുതിയ തുടക്കം എങ്ങനെ ഉണ്ടാക്കാമെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. ഒരു ഈ പാസ്റ്റിൽ നടന്നുപോയ ഒരുപാട് കാര്യങ്ങൾ അവരിപ്പം മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ പുതിയ തുടക്കമാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. എന്താണ് ചെയ്യേണ്ടത്? കാരണം പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് പിന്നെ നോക്കാം. ഇത് നിങ്ങളുമായിട്ടുള്ള ഒരു കാര്യം റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ എന്ന് നമുക്ക് ക്ലാരിറ്റി എനിക്ക് ഇതിൽ കിട്ടിയിട്ടില്ല. നമുക്കത് നോക്കാം. ഇതിൽ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പ്രണയമുണ്ട് എന്ന് തന്നെ കാണുന്നുണ്ട്. റീയൂണിയനും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു പുതിയ തുടക്കം വേണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിലേക്ക് വരണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു കാര്യത്തിന് ഒരു ക്ലാരിറ്റി അവർക്ക് വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. എന്ത് കാര്യമാണെന്ന് അറിഞ്ഞൂടാ, ക്ലാരിറ്റി വേണമെന്ന് ചിന്തിക്കുന്നുണ്ട്. പിന്നെ ചിലപ്പോൾ ഇവരുടെ സാഹചര്യം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പുതിയ എന്തെങ്കിലും ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ജോലിക്ക് കയറിയിട്ടുണ്ടായിരിക്കാം. എന്തോ ഒരു കാര്യം അവർ പുതിയതായിട്ട് തുടങ്ങുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ശരിക്കും ഒരു 7 ഓഫ് പെന്റക്കിൾ അവർ വെയിറ്റ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അവർ എന്തോ കാര്യത്തിന് അവർ വെയിറ്റ് ചെയ്യുന്നു. ഇവരുടെ ഒരു ഇതെന്ന് വെച്ചാൽ ശരിക്കും ഒരു എർത്തിലി കാര്യങ്ങൾക്ക് ഒരുപാട് ഓടി കിടക്കുന്ന ആൾക്കാരാണ്. കാരണം പൈസയ്ക്ക് വേണ്ടിയിട്ടും കൂടെ ആയിരിക്കും ചിലപ്പോൾ. അതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്ലാനിങ് ഇവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ശരിക്കും ഇവിടുത്തെ സുഖസൗകര്യങ്ങളൊക്കെ അവർ ഒരുപാട് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് പൊതുവേ എല്ലാവരും അങ്ങനെ ആയിരിക്കും. പക്ഷെ എന്നാലും അതിലുപരി ഇവർക്ക് കുറച്ചുകൂടി അങ്ങനെയുള്ള ഡിസയേഴ്സ് ഭയങ്കര കൂടുതലായിരിക്കും. ഏറ്റവും നല്ല വണ്ടി വേണം, ഏറ്റവും നല്ല വീട് വേണം, എല്ലാം ഏറ്റവും ബെസ്റ്റ് വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അത് ഇപ്പോൾ ഈ സമയത്ത് കുറച്ച് കൂടിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരിക്കാം, ആളുകൾ ഇവരെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്നാലും അങ്ങനെ ചെയ്തല്ലോ. അപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ അവർക്ക് ലോസ് വന്നിട്ടുണ്ടായിരിക്കാം, നഷ്ടം കാണുമായിരിക്കാം. ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ആളുകൾ പറഞ്ഞ കുറ്റം അതിനൊന്ന് മറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവർ വിചാരിക്കുന്നുണ്ട്. ഇപ്പോൾ ആവശ്യം പൈസ ഉണ്ടാക്കുക. അപ്പം പൈസ ഉണ്ടാക്കിയിട്ട് ഈ ഉണ്ടായ നഷ്ടം നികത്തുക. അപ്പോൾ എന്നിട്ട് വേണം ഈ പറയുന്ന ആൾക്കാർ തിരിച്ചു പറയുമല്ലോ, എന്താണ് ഇത്രയും നഷ്ടപ്പെടുത്തിയല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നതിന് തിരിച്ച് ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവർ കുറേ കാര്യങ്ങൾ പുതിയ ഐഡിയാസ് വരുന്നുണ്ട് അവർക്ക്. എന്തൊക്കെ ചെയ്യാം, എന്ത് കാര്യങ്ങൾ ചെയ്യാം, എന്ത് തുടങ്ങാം, എങ്ങനെ കാശുണ്ടാക്കാം, അതാണ് ഇപ്പോഴത്തെ ഇവരുടെ ഒരു ചിന്ത. അതിന് വേണ്ടിയിട്ട് അവർ ശരിക്കും അഹോരാത്രം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ പണിയെടുക്കുന്നുണ്ടെന്നുള്ളതാണ്. മനസ്സുകൊണ്ട് ഒരുപാട് അവർ ഇങ്ങനെ പ്ലാനിങ് ചെയ്യുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. പിന്നെ ഒരു ഫൂൾ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ തുടക്കം, അത് ഈ പേജ് ഓഫ് കപ്സും പേജ് ഓഫ് പെൻഡക്കിളും പേജ് ഓഫ് ഫാൻസും വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും എന്തോ ഒരു പുതിയ കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട് അവർ ശരിക്കും ഒരു ഊർജ്ജസ്വലരായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് റിലേഷൻഷിപ്പ് തുടങ്ങാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അവർ വേറെ എന്തോ ഒരു കാര്യം തുടങ്ങാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ പുതിയൊരു ജോലിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യമായിരിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് അവരെന്നാണ് കാണുന്നത്. പിന്നെ സ്നേഹം, ഇപ്പം ലവേഴ്സ് കാർഡ് വന്നതുകൊണ്ട് തിരിച്ച് വരാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഓർമ്മകളും അവർക്കുണ്ട്. അവർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ശരിക്കും ഒരു സോൾ കണക്ഷൻ ഉള്ള റിലേഷൻഷിപ്പാണ്, പാസ്റ്റ് ലൈഫ് ആണെന്നൊക്കെ അവർക്ക് ഇപ്പം തോന്നുന്നുണ്ട്. പിന്നെ ഇതിൽ ജസ്റ്റിസും ജഡ്ജ്മെൻറ്റും വന്നിട്ടുണ്ട്. ഇപ്പം പിന്നെ ഏസ് ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ അവരുടെ തേർഡ് ഐ ആക്റ്റീവ് ആകുന്നുണ്ട്.
അപ്പോൾ തേർഡ് ഐ ആക്റ്റീവ് ആകുന്നത് കൊണ്ട് തന്നെ അവർക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്താണ് പാസ്റ്റിൽ നടന്നത്, എവിടെയൊക്കെയാണ് ചീറ്റിംഗ് നടന്നതൊക്കെ മനസ്സിലാകുന്നു. പക്ഷെ അതിനൊരു ക്ലാരിറ്റി വേണം. അവർക്ക് ചിലപ്പോൾ ഊഹാപോഹങ്ങൾ മാത്രമേ കാണുള്ളൂ. ഇവരൊക്കെ പെട്ടെന്ന് ചിലപ്പോൾ ഈ ഇൻഡ്യൂഷനിലൊന്നും അത്രയധികം അവർ വിശ്വസിക്കില്ല. അതൊക്കെ തള്ളിക്കളയുന്ന കൂട്ടത്തിലുള്ള ആൾക്കാരാണ്. പക്ഷെ ആൾറെഡി അവർക്ക് നല്ല ഇൻഡ്യൂഷൻ വരുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഇൻഡ്യൂഷൻ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. ഒന്നുകിൽ നിങ്ങളെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി, അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയെ കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി. അതിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്ക് നോക്കാം, ക്ലാരിറ്റി നോക്കാം എന്തായാലും. ഇപ്പം ഞാൻ കണ്ടത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവരുടെ ഇൻഡ്യൂഷൻ ചില സമയം അവർ വിചാരിക്കുന്നുണ്ട് ഇതൊരു ജസ്റ്റിസും ജഡ്ജ്മെന്റും വന്നതുകൊണ്ട് അവരെന്തൊക്കെയോ മിസ്റ്റേക്ക് ചെയ്തു, അതിൻ്റെ ഒരു ഫലമാണ് അവർ അനുഭവിച്ചത് എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം അവർ എന്തെങ്കിലുമൊക്കെ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പിന്നെ അല്ലെങ്കിൽ പുറത്ത് വേറെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ഇവർക്ക് ശരിക്കും ഒരു വിഷമം വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ വിചാരിക്കുന്നു വെയിറ്റ് ചെയ്യാം. അപ്പോൾ അത് പെട്ടെന്ന് ഇപ്പം ഒരു കാര്യത്തിനും ഇങ്ങനെ എടുത്തു ചാടി ചെയ്യണം എന്ന് ഇപ്പം അവർ ആഗ്രഹിക്കുന്നില്ല. ചിലപ്പം പാസ്റ്റിൽ വന്ന ആ ഒരു ചില കാര്യങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് മിസ്റ്റേക്ക് ആയതുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇപ്പം ആലോചിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർ ആലോചിക്കുന്നുണ്ട്. അങ്ങനെയാണ്. പിന്നെ ഹൈറഫൻറ്റും വന്നിട്ടുണ്ട്. ശരിക്കും ഒറ്റപ്പെട്ടു പോയൊരവസ്ഥയാണ് അവർക്കിപ്പോൾ. ഇപ്പം കൂട്ടിന് ആരും തന്നെ ഇല്ല. ഇപ്പം കൂട്ടുകാരും കൂടെ ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്തിരുന്ന ആൾക്കാർ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവർ ശരിക്കും ഒറ്റപ്പെട്ടു പോയി എന്ന് കാണുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഒരു നമ്മൾ ഈ പ്രസന്റിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ വേണം എന്നുള്ളൊരു ആർത്തി പോലെ ഉണ്ട് ഇവർക്ക് ഈ സമയത്ത്. അങ്ങനെ കാണുന്നുണ്ട്. പിന്നെ 7 ഓഫ് പെന്റക്കിളാണ്. പിന്നെ 8 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. അപ്പം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ശരിക്കും അവർക്ക് ഒരു എല്ലാ കാര്യങ്ങളും ചിലപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ടായിരിക്കും. ഏത് ബിസിനസ് തുടങ്ങിയാൽ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. ചിലപ്പോൾ അവർ ട്രേഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് കൂടുതൽ പൈസ കിട്ടും എന്നുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ പഠിക്കുന്നുണ്ടായിരിക്കാം. അത് ഇപ്പം പെട്ടെന്ന് എടുത്ത് ചാടി അത് ചെയ്യൂല, പക്ഷെ അവർ പഠിക്കുന്നുണ്ടായിരിക്കും. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഇത് എത്ര % കിട്ടും, ഇതിന് നഷ്ടമാവോ, അങ്ങനെയൊക്കെയുള്ള ചിന്ത അവർക്കുണ്ടെന്ന് കാണുന്നുണ്ട്. സ്റ്റാറാണ്. ഭയങ്കര ആഗ്രഹമാണ്. ഇപ്പോൾ സ്റ്റാറും ഡബിളും കൂടെ വന്നപ്പോഴത്തേക്ക് അവർക്ക് ശരിക്കും ഒരു ആഗ്രഹത്തിൽ കൂടുതൽ ഒരു അത്യാഗ്രഹം ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ്. ജീവിതത്തെക്കുറിച്ചും പൈസയെക്കുറിച്ചും അങ്ങനെയാണ് കാണുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് അപ്പോൾ ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എന്ന് വന്നിട്ടുണ്ട്. അപ്പം ചിലപ്പോൾ അവർ ശരിക്കും നിങ്ങളെക്കുറിച്ച് ഓർത്ത് അവരുടെ ആ ചില സമയങ്ങളിലെങ്കിലും ഒരു ഇമോഷൻസ് വരുന്നുണ്ട്. അവർ ആ ഒരു നിങ്ങൾ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. ചിലർക്ക് ഇത് കൂടെ ഉണ്ട് കേട്ടോ, കൂടെ ഉള്ളവരാണ്, ഒരുമിച്ച് താമസിക്കുന്നവരാണ്. ചിലർക്ക് ഇത് സെപ്പറേറ്റായി പോയവരാണ്. ആൻഡാണ് വർക്ക് അച്ചീവ്മെൻ്റ് ആൻഡ് സക്സസ്. അപ്പോൾ ഇപ്പോൾ അവർ ചിന്തിക്കുന്നത് വേറെ ഒന്നുമല്ല, ജോലി ചെയ്യുക, സക്സസ് ഉണ്ടാക്കുക, അതിൽ നിന്ന് എങ്ങനെ അച്ചീവ്മെൻ്റ് ഉണ്ടാക്കാം എന്നാണ് ചിന്തിക്കുന്നത്. എലിഫൻ്റ് ആണ്. എ ലോങ് ജേർണി ഐദർ ഫിസിക്കൽ ഓർ മെൻ്റൽ വിൽ ലീവ് യു വൈസ് ആർ ദെൻഡ്. അപ്പോൾ അവർ ശരിക്കും ലോങ് ജേർണി എന്ന് പറയുമ്പോൾ ഇപ്പോൾ അവർ ഫിസിക്കലായിട്ട് പോകുന്നതായിരിക്കില്ല, അവർ മെൻ്റലി തന്നെ കുറേ യാത്രകൾ ചെയ്യുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒന്ന് കാമായിട്ടിരിക്കുന്നു എന്ന് കാണുന്നുണ്ടല്ലോ. 4 ഓഫ് സോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ശരിക്കൊരു കാമാണ് അവർ. കുറച്ച് ആലോചിക്കാനുള്ള സമയം ഉണ്ട് ഇപ്പോൾ എന്ന് കാണുന്നുണ്ട്. ആക്സ് ആണ്. ഫോഴ്സസ് വർക്കിംഗ് എഗെയിൻസ്റ്റ് യു എന്നുള്ളതാണ്. അപ്പോൾ എന്തോ കാര്യങ്ങൾ ഇവർക്ക് എതിരെ എന്തൊക്കെയോ ആരൊക്കെയോ പ്രവർത്തിക്കുന്നു എന്നവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ആഗ്രഹം സഫലീകരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തോ ആരൊക്കെയോ ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നൽ ഇവർക്ക് വന്നിട്ടുണ്ട്. പിന്നെ സക്സസ് ആണ്. അപ്പം എന്തൊക്കെ പറഞ്ഞാലും സക്സസ്സിലേക്ക് എത്താൻ അവരെന്തും ചെയ്യും. സ്റ്റാറും വന്നിട്ടുണ്ട്. അപ്പം വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. അവർ സക്സസ് ആകണം എന്നുള്ളതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ശരിക്കും രാത്രിയും പകലും ചിന്തിക്കുന്നുണ്ട്. ചിലപ്പോൾ പലരും അതിന് ആക്ഷൻ എടുത്തിട്ടുണ്ടായിരിക്കും, ചിലരൊക്കെ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടായിരിക്കും. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. 3 ചേഞ്ചസ് ഇൻ യുവർ ലൈഫാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ശരിക്കും ഈ അവരുടെ ലൈഫ് ചേഞ്ച് ആകുന്നുണ്ടെന്നുള്ളത് ഇതുവരെ ഉണ്ടായിരുന്നതല്ല, ഒരു മാറ്റമാണ്
കാണുന്നത്. പിന്നെ ഈ മൂൺ കാർഡ് എന്ന് പറയുമ്പം മനസ്സിനും ഒരു ചേഞ്ചാണ്. അവർ ഇത്രയും കാലം ആയിരുന്നത് പോലെ അല്ല ഇനി അവർ ആകാൻ പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അവർ കുറേ ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുന്ന ഒരു അവസ്ഥയാണ്. മണി പാത്ത്, പാത്ത് വിത്ത് മണി ഈസ് വെയിറ്റിംഗ് ഫോർ യു ടു ഫൈൻഡ് ഇറ്റ്. അപ്പോൾ അവർ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർ എങ്ങനെ പൈസ ഉണ്ടാക്കാം, ഏത് ബിസിനസ് ചെയ്ത് അല്ലെങ്കിൽ ഏത് തരത്തിൽ പൈസ ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് അവർക്ക് ഇപ്പോൾ ഉള്ളത്, പൈസയുടെ പിറകെ. കാരണം കിങ് ഓഫ് പെൻഡക്കിളാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. പൈസയാണ് ഇപ്പോഴത്തെ അവരുടെ ലക്ഷ്യം. അതിലപ്പുറം ഇതാണ് അവരുടെ സാഹചര്യം. പിന്നെ അവരുടെ തീരുമാനം ഞാൻ പറയാം. ഇപ്പം എന്താണ് അവർക്ക് ഉള്ളൊരു ഒബ്സ്റ്റക്കിൾസ് എന്ന് നോക്കട്ടെ. അവർ എന്ത് കാര്യത്തിനാണ് അവർ ക്ലാരിറ്റി അവർ ചോദിക്കുന്നതെന്ന് നോക്കാം. അവർക്ക് എന്തോ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ കണ്ടല്ലോ. അപ്പോൾ എന്ത് കാര്യമാണ് അവർ ആക്ഷൻ എടുക്കാത്തതിന് എന്തോ ഒരു കാര്യമുണ്ട്, എന്തോ ഒരു ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. അപ്പോൾ ക്ലാരിറ്റി എന്താണ് എന്ന് നമുക്ക് നോക്കാം. എന്തിനാണ് അവർക്ക് ക്ലാരിറ്റി വേണ്ടത്? സങ്കാടാണ്. വീണ്ടും 8 of Wands വന്നിട്ടുണ്ട്, 2 of Swords വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെൻഡക്കിൾ വന്നിട്ടുണ്ട്, 4 of Wands. ഇത് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലാണ് അവർ ക്ലാരിറ്റി നോക്കുന്നത്. കാരണം ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പം പാസ്റ്റിലെ പോലെ നിങ്ങളിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ, നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് വേണോ എന്നതിനൊരു ക്ലാരിറ്റി അവർക്കിപ്പം ആഗ്രഹമുണ്ട്. അത് അറിയണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങളില്ലാതെ അവർക്ക് ജീവിക്കാൻ പറ്റൂല എന്നൊരു ചിന്ത അവർക്കുണ്ട്. പക്ഷെ അത് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് മുന്നോട്ടും അങ്ങനെ തന്നെ പോകുമോ എന്നവർ ആലോചിക്കുന്നുണ്ട്. കാരണം തീരുമാനമെടുക്കാൻ അവർക്ക് പറ്റുന്നില്ല. പക്ഷേ ആലോചിക്കുമ്പോഴൊക്കെ, നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ വളരെ സന്തോഷമാണ് തോന്നുന്നത്. കാരണം ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുമായിട്ട് ശരിക്കും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് തന്നെ നിങ്ങൾക്ക് തരണമോ, അല്ലെങ്കിൽ അത് വേറെ എല്ലാ ഘടകങ്ങളും ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് മാത്രം വരണമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. അത് നിങ്ങളെക്കുറിച്ച് തന്നെയാണ് കേട്ടോ ചിന്തിക്കുന്നത്. അവര് ഇതിലിപ്പോൾ പൈസ ഉണ്ടാക്കണം. ഏസ് ഓഫ് പെൻഡക്കിളും പേജ് ഓഫ് പെൻഡക്കിളും ഒക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ അവരുടെ ഇപ്പോഴത്തെ ഒരാവശ്യം പൈസ മാത്രമാണ്. ചിലപ്പോൾ പൈസ ഉണ്ടാക്കിയിട്ട് നിങ്ങളിലേക്ക് വരാമെന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ഒരുപാട് പൈസ ഇപ്പോൾ എന്തായാലും അവർക്കൊരു വിശ്വാസമുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യും. സെവനപ്പനകൾ നിങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങൾ എങ്ങും പോവില്ല, നിങ്ങൾ അവിടെ തന്നെ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ വിശ്വാസം ഇല്ലെങ്കിൽ മാത്രമല്ലേ ഓടി വരേണ്ടതുള്ളൂ. ഞാനിങ്ങനെ അങ്ങോട്ട് പോയില്ലെങ്കിൽ അവർക്ക് ഇനി എന്നെ വേണ്ടാതാവുമോ എന്നുള്ള ചിന്തയൊന്നും അവർക്കില്ല. അവർക്ക് അവരുടെ മനസ്സിൽ അവർക്കറിയാം, സങ്കടം വന്നിട്ടുണ്ട്, നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എന്നെ വെയിറ്റ് ചെയ്യും എന്ന് അവർക്കറിയാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, എല്ലാവർക്കും ഉള്ള ഒരു റീഡിംഗ് അല്ല, വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമുള്ള റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂട്ടാ. അപ്പം അവർ മനസ്സിലാക്കുന്നുണ്ട് ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. അപ്പം അതുകൊണ്ട് അതിനൊരു ഹറിബറിയുടെ ആവശ്യമില്ല. പക്ഷെ ആ സമയത്ത് ഒരുപാട് പൈസ ഉണ്ടാക്കണം എന്നുള്ളതാണ്. അപ്പം പൈസ മാത്രമാണ് ഇപ്പോൾ അവരുടെ ഒരു ചിന്ത. കാരണം ആ ഒരു കാര്യത്തിൽ അവർ സ്റ്റക്കായി പോയി എന്നുള്ളതാണ്. അവർക്ക് വേറെ ഒന്നിനെക്കുറിച്ചും ഇപ്പോൾ അവർ ചിന്തിക്കുന്നില്ല. ജഡ്ജ്മെൻറ്റ് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിധി വരുന്ന ഒരു സമയമാണ് എന്ന് അവർക്കറിയാം. അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത തെറ്റുകൾക്കും ഒരു ഇത് വരുമല്ലോ, കർമ്മയാണ്. അപ്പോൾ ചില കാര്യങ്ങളിൽ അവർ ഭയപ്പെടുന്നുണ്ട് കേട്ടോ. അവർ കർമ്മയെ ഭയപ്പെടുന്നുണ്ട്. പിന്നെ നിങ്ങളിലേക്ക് പെട്ടെന്ന് വരാനും അവർ ഭയപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഒരു നല്ലൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എത്തിയിട്ട് നിങ്ങളിലേക്ക് പൂർണ്ണമായും നിങ്ങളുമായിട്ടൊരു ജീവിതം തുടങ്ങാമെന്നോ ഒക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അപ്പം ഇത് ക്ലിയർ ആണ് കേട്ടോ. 2 of Cups, 4 of Wands വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും
നിങ്ങളിലേക്ക് അവർക്ക് പൂർണ്ണമായും വരണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത് ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും വീണ്ടും എടുത്തതാണ്. അപ്പോൾ ഇതിൽ 2 of Cups 4 of Wands വന്നിട്ടുണ്ട്. നിങ്ങളിലേക്ക് പൂർണ്ണമായും നിങ്ങൾ മാത്രമായിട്ട് തിരിച്ചു വരണം, നിങ്ങളിലേക്ക് മാത്രമായിട്ട് തിരിച്ചു വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. അപ്പം അതാണ് അതിനൊരു ക്ലാരിറ്റി. അവർക്ക് അങ്ങനെ പറ്റുമോ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കുമോ? അപ്പോൾ അവർ വിചാരിക്കുന്നു വെയിറ്റ് ചെയ്ത് പതിയെ തീരുമാനിക്കാം എന്നുള്ളതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു ചിന്ത. അപ്പോൾ നിങ്ങളിലേക്ക് വരണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ ആക്ഷൻ എടുക്കും. അപ്പോൾ പക്ഷേ കുറച്ച് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇതിൽ തീർച്ചയായിട്ടും 2 of Cups 4 of Wands ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ അവർ ആക്ഷൻ എടുക്കും എന്ന് തന്നെയാണ് കാണുന്നത്. ഫുൾ കാർഡാണ്. ഒരു പുതിയ തുടക്കമുണ്ട്. ജീവിതം ബാലൻസിലേക്ക് വരണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരുടെ ആഗ്രഹം സഫലീകരിക്കണമെങ്കിൽ നിങ്ങൾ കൂടി വേണം. അവർക്ക് സന്തോഷമായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങൾ കൂടെ വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്കിത് ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് എല്ലാവരുടെയും റീഡിങ് അല്ല. പേഴ്സണൽ റീഡിങ് എടുത്തവർ വീണ്ടും ഇനി ചോദിക്കരുത്. കാരണം ചില റിലേഷൻഷിപ്പ് സെപ്പറേറ്റഡ് ആയി പോയാൽ പിന്നെ അത് അങ്ങനെ പോകട്ടെ, അത് അങ്ങനെ പോകാനുള്ളതാണ്. ഇപ്പോൾ പേഴ്സണൽ റീഡിങ് എടുത്ത് ചിലർക്ക് അത് സ്റ്റോപ്പ് ചെയ്തവർ വീണ്ടും റീഡിങ് കണ്ടിട്ട് ഇത് വീണ്ടും റിയൂണിയനിലേക്ക് വരുമോ എന്ന് ചിന്തിക്കരുത്. ഇത് കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ള റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിങ്ങിൽ ഇല്ല നിങ്ങളത് മൂവ് ഓൺ ചെയ്തോളൂ എന്ന് പറഞ്ഞവർക്കുള്ള റീഡിംഗ് അല്ല ഇത്. ഇതല്ലാത്ത കുറച്ച് ആൾക്കാർക്കുള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരുപാട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. പക്ഷേ ചിലരെങ്കിലും പഴയ ആൾക്കാർ മറന്നു പോകുന്നുണ്ടായിരിക്കാം. അവർ ആൾറെഡി സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾ അതുകൊണ്ട് അത് ഓർത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് അത് എൻ്റെ എനർജി നിങ്ങളായിട്ടൊന്ന് കണക്ഷൻ ഉണ്ടാകാൻ കൂടി അത് വളരെയധികം സഹായിക്കും. പിന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റെഡി വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.